പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളത്തിലും തിളങ്ങി മടിയൻ രാധാകൃഷ്ണമാരാർ. കാസർഗോഡ് ജില്ലയിലെ മേളക്കാരിൽ നിന്നും ഇതാദ്യമായാണ് ഒരാൾ ഇലഞ്ഞിത്തറ മേളത്തിന്റെ നിരയിൽ ഇടം പിടിക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ലോകത്തിലെ ഏറ്റവും വലിയ സിംഫണി എന്നാണ് തൃശൂർ പൂരത്തിലെ പാറമേക്കാവ് വിഭാഗത്തിന്റെ ഇലഞ്ഞിത്തറ മേളം അറിയപ്പെടുന്നത്. കിഴക്കൂട്ടയ്യന്മാർ നയിക്കുന്ന ഇലഞ്ഞിത്തറ മേളത്തിന്റെ ഉരുട്ടു ചെണ്ടവരയിൽ 5ാം സ്ഥാനക്കാരനായിട്ടാണ് മടിയൻ രാധാകൃഷ്ണമാരാർ ഇടം പിടിച്ചത്. വർഷങ്ങളോളം മേളനിരയുടെ ഒരറ്റത്തു നിന്നും കൊട്ടി മുൻനിര സ്ഥാനങ്ങളിലേക്ക് എത്തിയവരാണ് കലാകാരന്മാരിൽ പലരും. എന്നാൽ രാധാകൃഷ്ണമാരാരെ നേരിട്ട് തന്നെ ഇലഞ്ഞിത്തറ മേളനിരയിലെ 5ാം സ്ഥാനക്കാരനായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇത് വാദ്യകലാരംഗത്തെ ഇദ്ദേഹത്തിന്റെ തികവും മികവും പ്രസക്തിയും അടയാളപ്പെടുത്തുന്നു. തായമ്പകയിൽ സമ്പ്രദായ ശൈലിയെ അടയാളപ്പെടുത്തുന്ന കലാകാരനാണ് രാധാകൃഷ്ണമാരാർ. വാദ്യകലയ്ക്ക് ഈ പ്രമാണി നൽകിയ ഏറ്റവും വലിയ സംഭാവന ആദ്യമായി ലിപി തയ്യാറാക്കി എന്നതാണ്. തായമ്പകയിൽ നവക്കൂറിന് രൂപം കൊടുത്തത് രാധാകൃഷ്ണമാരാറാണ്. ഇദ്ദേഹത്തിന്റെ കഴിവിനെ മാനിച്ചുകൊണ്ട് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം കൊട്ടുംപുറത്ത് വെച്ച് 2019 പട്ടും വളയും നൽകി ആദരിച്ചിരുന്നു. ഉടുപ്പി പേജാവർ മഠം ശ്രീ വിശ്വപ്രസന്ന തീർത്ഥസ്വാമി പഞ്ചവാദ്യ പഞ്ചാനൻ എന്ന ബഹുമതിയും നൽകി. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ നടന്ന പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് 41 ദിവസത്തെ മണ്ഡലോത്സവത്തിന് വാദ്യപരിപാടികളുടെ ചുമതല ഏറ്റെടുത്ത് നടത്തിയത് രാധാകൃഷ്ണമാരാരാണ്. 2017 കാഞ്ഞങ്ങാട് വെച്ച് നടത്തിയ തിമിലയടച്ചിൽ മത്സരമായ തകൃതാമൃതം പരിപാടി ഇന്നും വാദ്യകലാരംഗത്തെ ചർച്ചാ വിഷയമാണ്. ഒട്ടേറെ ശിഷ്യസമ്പത്തിനുടമയുമാണ് ഇദ്ദേഹം. ഇവരിൽ ഒരാളായ ശ്രീരാഗ് കാഞ്ഞങ്ങാടും ഇത്തവണത്തെ ഇലഞ്ഞിത്തറ മേളത്തിൽ പങ്കെടുത്തു. ഇങ്ങനെ ഉത്തര മലബാറിൽ നിന്നും ചെണ്ടയുടെ നായകത്വത്തെ കേരളത്തിലുടനീളം അടയാളപ്പെടുത്തി കാസർഗോഡിന്റെ അഭിമാനമായ മടിയൻ രാധാകൃഷ്ണമാരാർ കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി കാസർഗോഡ് ജില്ലാ ഘടകത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.